ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുക, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലർക്കും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണി പോലുള്ള ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 കപ്പ് അളവിൽ റവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മളിത് വറുത്തെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിടിക്കാതിരിക്കാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനും അത് കാരണമാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പസമയം മാത്രം, നമുക്ക് 1 മിനിറ്റ് നേരത്തേക്കൊക്കെ നമുക്കിതൊന്ന് ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി ഒന്ന് വറുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു റവയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു അല്പസമയം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂവും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടി, ഉണക്കമുന്തിരി കൂടി നമുക്കിതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളറ് മാറി പോകേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സവോളയുടെ ഒരു പകുതി മാത്രം ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു സവോളയും അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരികയും വേണം. ഇനി ഞാനിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിലുള്ള ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരും ക്യാരറ്റിൻ്റെയൊക്കെ, അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് നമുക്ക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് അനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല എരിവൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 മുളക് എടുത്താലും മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ പഴമോ പപ്പടമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കൊരു മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂണോളം അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടി ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് മാറും. ഇനി ഞാൻ അതിലേക്കൊരു 3 ഇല പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു കുറച്ച് മാത്രം കേട്ടോ, ഒരു 2 സ്പൂണോളമൊക്കെ മതിയായിരിക്കും. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരല്പം ഒന്ന് കുറച്ച് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ആ ഒരു വെള്ളം തട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട കെട്ടും. അതുപോലെ തന്നെ ഒരു കുഴഞ്ഞുള്ള ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ ഈ
ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നിൽ തൊടാത്ത രീതിയിൽ നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ എല്ലായിടത്തും എത്തുന്നത് വരെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഈ ഒരു റവ കൊണ്ടുള്ള ഉപ്പുമാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുമ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ആവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും. ഇനി നമുക്കിതൊരു അല്പസമയം ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. മൂടി വയ്ക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ നെയ്യൊക്കെ ലാസ്റ്റ് ടൈമിൽ ആഡ് ചെയ്തതുകൊണ്ട് അത് നല്ല ഒരു പെർഫെക്റ്റായ രീതിയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ തക്കാളിയോ അതല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു അല്പസമയം ഒന്ന് മൂടി വയ്ക്കണം. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള മസാലകളൊന്നും ചേർക്കാതെയൊക്കെ ആയിരിക്കും പലരും എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയൊക്കെ ചേർത്തത് കാരണം നല്ലൊരു മസാലയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. മാത്രമല്ല ഒരു ഗരം മസാല ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിതിന് ഉള്ളത്. പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ പഴമോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ട് ഇല്ല ഈ ഒരു ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെ, ടിപ്സ്, അതുപോലെ തന്നെ ഹെയർ ഡൈകൾ, ഹെയർ ഗ്രോത്തിനായിട്ടുള്ളത് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഉപ്പുമാവ് നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ അതുപോലെ തന്നെ ടിപ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.